നെക്സ്റ്റ് മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഓർ അഡ്വാൻറ്റേജസ് എന്നോ മെറിറ്റ്സ് എന്നോ ഓർ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഡെമോക്രസി എന്നൊക്കെ ചോദിക്കാം. What are the merits of democracy or what are the advantages of democracy? What are the arguments in favor of democracy? അങ്ങനെ മൂന്ന് രീതി ചോദിക്കാം. Arguments in favor of democracy. What are the arguments in favor of democracy എന്നോ what are the merits of democracy എന്നോ what are the advantages of democracy എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോയിന്റുകളാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മെറിറ്റ്സ് or advantages or arguments in favor of democracy, merits of democracy or advantages of democracy or arguments in favor of democracy. First point, democracy is a better form of government because it is more accountable. ജനാധിപത്യം എന്നത് ഏറ്റവും ബെറ്ററായ ഗവൺമെന്റ് ആണ്. മറ്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ്, മറ്റ് ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ മൊണാർക്കി ഉണ്ട്, ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, മിലിറ്ററി റൂൾ ഉണ്ട്, പട്ടാള ഭരണമുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗവൺമെന്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെമോക്രസിയുടെ ആൾട്ടർനേറ്റീവ്സ് മറ്റു ഭരണരീതികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററായ ഗവൺമെന്റ് ആണ് ഡെമോക്രസി. ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ അക്കൗണ്ടബിൾ. ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഗവൺമെന്റ് ആണ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഡെമോക്രസി. അതാണ് ഫസ്റ്റ് മെറിറ്റ്. ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ അക്കൗണ്ടബിൾ. ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ്. ഏറ്റവും ബെറ്ററായ ഗവൺമെന്റ് ആണ്. ഏറ്റവും ബെറ്ററായ ഗവൺമെന്റ് ആണ് ഡെമോക്രസി. കാരണം ഇറ്റ് ഈസ് മോർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ലൈക്ക് ചെയ്യുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗവൺമെന്റ് ആണ് ജനാധിപത്യ ഗവൺമെന്റ്. അതുകൊണ്ട് ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ആണെന്ന് പറയാം. ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഇതാണ്. ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് ഡെമോക്രസി ഓർ മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോക്രസി. ഫസ്റ്റ് മെറിറ്റ്, ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് because it is more accountable to the people. Number 2, democracy improves the quality of decision making. Good decisions ഡെമോക്രസിയിൽ എടുക്കാൻ കഴിയുന്നു. കാരണം in a democracy decisions are taken after consulting so many persons or leaders. ഡെമോക്രസിയിൽ പെട്ടെന്നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, കൺസൾട്ടേഷനിലൂടെയാണ്. ധാരാളം ജനപ്രതിനിധികൾ ഒത്തുകൂടി ചർച്ച ചെയ്താണ് ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഗുഡ് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നു. ഡെമോക്രസി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡെമോക്രസി രണ്ടാമത്തെ മെറിറ്റ് ഇതാണ്. ഡെമോക്രസി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡെമോക്രസി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. തേർഡ് മെറിറ്റ്, ഡെമോക്രസി പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു ഡീൽ വിത്ത് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. Democracy provides a method to deal with the differences and conflicts. Differences, conflicts, വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുകളും, അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുകളും സോൾവ് ചെയ്യാൻ ഡെമോക്രസി കഴിയും. അതിനുള്ള മെത്തേഡ് ഡെമോക്രസിയിലുണ്ട്. ഡെമോക്രസി പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു ഡീൽ വിത്ത് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. വൈജാത്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുകളും എല്ലാം സോൾവ് ചെയ്യാൻ, പരിഹരിക്കാൻ ഡെമോക്രസി കഴിയും. ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും സോൾവ് ചെയ്യാൻ കഴിയും. അത് ഡെമോക്രസിയുടെ ഒരു മെറിറ്റാണ്. ഡെമോക്രസി പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു ഡീൽ വിത്ത് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. നെക്സ്റ്റ് പോയിന്റ്, ഡെമോക്രസി എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ അന്തസ്സ് ഉയർത്താൻ ജനാധിപത്യത്തിന് കഴിയുന്നു. ഡെമോക്രസി എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ അന്തസ്സ് ഉയർത്തുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ പൗരന്മാർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റും. പൗരന്മാരുടെ ഡിഗ്നിറ്റി എൻഹാൻസ് ചെയ്യാൻ ഡെമോക്രസിക്ക് കഴിയുന്നു. ഡെമോക്രസി എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺസ്. നെക്സ്റ്റ്, ഡെമോക്രസി അലൗസ് ടു കറക്റ്റ് ഇറ്റ്സ് ഓൺ മിസ്റ്റേക്സ്. സ്വന്തം തെറ്റുകൾ, ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ, തെറ്റായ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ, ആ തെറ്റായ തീരുമാനത്തെ കറക്റ്റ് ചെയ്യാൻ ജനാധിപത്യ ഗവൺമെന്റുകൾ തയ്യാറാവും. എന്നാൽ ഒരു മൊണാർക്കിയിൽ രാജാവ് ഒരു ഡിസിഷൻ എടുത്താൽ അത് എത്ര തെറ്റായ ഡിസിഷൻ ആയാലും ആ തീരുമാനം മാറ്റാൻ രാജാവ് തയ്യാറാവുന്നില്ല.
മറ്റ് ഫോംസ് ഓഫ് ഗവൺമെന്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റാൻ ഒരിക്കലും ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. എന്നാൽ ജനാധിപത്യ ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് കഴിയുന്നു. ഡെമോക്രസി അലൗസ് ടു കറക്റ്റ് ഇറ്റ്സ് ഓൺ മിസ്റ്റേക്സ്. സ്വന്തം തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ ജനാധിപത്യത്തിന് കഴിയുന്നു. ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി ഓർ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഡെമോക്രസി. ഫസ്റ്റ് മെറിറ്റ്, democracy is a better form of government because it is more accountable. Number 2, democracy improves the quality of decision making. Number 3, democracy provides a method to deal with the differences and conflicts. Number 4, democracy enhances the quality of enhances the dignity of the citizens. Democracy enhances the dignity of the citizens. Number 5, democracy allows to correct its own mistakes. Democracy allows to correct its own mistakes. These are the arguments in favor of democracy, or these are the merits of democracy. Order meaning of democracy. ഡെമോക്രസിയുടെ വിശദമായ അർത്ഥം. Why we need indirect or representative democracy? ഞാൻ നേരത്തെ പറഞ്ഞു, ഡെമോക്രസിക്ക് 2 രൂപങ്ങളുണ്ട്, ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഈസ് അതർവൈസ് കോൾഡ് റെപ്രസെൻറ്റേറ്റീവ്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ്. മോഡേൺ ഡെമോക്രസി ഈസ് ഇൻഡയറക്റ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ്. The ancient form of democracy is direct. In a direct democracy, people sit together. All the citizens in a country sit together at a place and take decisions. Leaders are elected through lot system in a direct democracy. ഒരു ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇലക്ഷൻ അല്ല, ലോട്ട് സിസ്റ്റം ആണുള്ളത്, നറുക്കെടുപ്പാണുള്ളത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇലക്ഷൻ ഇല്ല. നറുക്കെടുപ്പിലൂടെയാണ് അവിടെ ഭരണാധികാരികളെ തീരുമാനിക്കുന്നത്. ഡിസിഷൻ ടേക്കിങ്ങിൽ, തീരുമാനം എടുക്കുന്നതിൽ എല്ലാ പൗരന്മാർക്കും പങ്കാളിത്തം ഉണ്ടായിരിക്കും. അന്ന് ജനസംഖ്യ വളരെ കുറവാണ്. ജനസംഖ്യ കുറവായിരുന്ന കാലഘട്ടത്തിലാണ് ഡയറക്റ്റ് ഡെമോക്രസി നിലനിന്നിരുന്നത്. പുരാതന ഗ്രീസിലും ഇന്ത്യയിലും, പണ്ട് ഗ്രീസിലും ഇന്ത്യയിലും എല്ലാം ഡയറക്റ്റ് ഡെമോക്രസിയാണ് നിലനിന്നിരുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ തീരുമാനം എടുക്കുന്നത് ജനങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും അസംബിൾ ചെയ്യുന്നു. പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാരും ഒത്തുകൂടുന്നു. അവർ ചർച്ച ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, ഭരണാധികാരികളെ നറുക്കെടുത്ത് തീരുമാനിക്കുന്നു. ലോട്ട് സിസ്റ്റമാണെന്നുണ്ടായിരുന്നത്. ഇന്നാണ് വോട്ടിംഗ് സിസ്റ്റം ഉള്ളത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ വോട്ടിംഗ് സിസ്റ്റം ഇല്ല, ഇലക്ഷൻ ഇല്ല. ഇനി ഡയറക്റ്റ് ഡെമോക്രസി there is no election, there is no political parties, there is no representatives. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇലക്ഷൻ ഇല്ല, തെരഞ്ഞെടുപ്പുകളില്ല, ജനപ്രതിനിധികളില്ല, പൊളിറ്റിക്കൽ പാർട്ടികളില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല. ഇനി ഡയറക്റ്റ് ഡെമോക്രസി there is no election, no political parties, no election, no political parties, no representatives. ഡയറക്റ്റ് ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പുകളില്ല, ജനപ്രതിനിധികളില്ല, പൊളിറ്റിക്കൽ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളില്ല. എന്നാൽ ഇത് മൂന്നും ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലുണ്ട്. ഇൻ ഇൻഡയറക്റ്റ് ഡെമോക്രസി there is political parties, there is election, there is representatives of the people. ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇലക്ഷൻ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. എന്നാൽ ഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനപ്രതിനിധികളില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, തെരഞ്ഞെടുപ്പുകളില്ല. അവിടെ ഭരണാധികാരികളെ തീരുമാനിക്കുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഭരണാധികാരികളെ കണ്ടെത്തുന്നത് ലോട്ട് സിസ്റ്റത്തിലൂടെയാണ്, നറുക്കെടുപ്പിലൂടെയാണ്. എല്ലാവരുടെയും പേരെഴുതി അതിൽ നിന്ന് കുറച്ചു പേരുടെ പേരുകൾ നറുക്കെടുക്കുന്നു. അങ്ങനെ ലോട്ട് സിസ്റ്റത്തിലൂടെയാണ് ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഭരണാധികാരികളെ കണ്ടെത്തുന്നത്. അവിടെ ഇലക്ഷനോ രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതിനിധികളോ ഇല്ല. In a direct democracy, there is no election, no political parties, no representatives. But in an indirect democracy, there is election, political parties, and representatives.
വൈ നീഡ് ഇൻഡയറക്റ്റ് ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി? മോഡേൺ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ആധുനിക ജനാധിപത്യം എന്നാൽ ഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ആണ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആണ്. എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി ആപ്ലിക്കബിൾ അല്ല? ഇന്ന് ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കാൻ കഴിയാത്തതിനുള്ള പ്രധാന കാരണം ജനസംഖ്യയിലുള്ള വർധനവും അതുപോലെ രാജ്യങ്ങളുടെ വലിപ്പവും. പണ്ട് രാജ്യങ്ങളൊക്കെ ചെറുതായിരുന്നു, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ. ഇന്ത്യ തന്നെ 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇന്ത്യ എന്ന രാജ്യം 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. നാട്ടുരാജ്യങ്ങളോ നഗരരാഷ്ട്രങ്ങളോ ആയിരുന്നു. ഗ്രീസ് അനേകം നഗരരാഷ്ട്രങ്ങളായിരുന്നു. ഗ്രീസ് ഒരു യൂറോപ്യൻ രാജ്യമാണ്. യൂറോപ്യൻ രാജ്യമായ ഗ്രീസ് പണ്ട് അനേകം നഗരരാഷ്ട്രങ്ങളായിരുന്നു. അന്ന് രാജ്യങ്ങളുടെ വലിപ്പവും കുറവാണ്, ജനസംഖ്യയും കുറവാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കാൻ കഴിയും. ജനങ്ങൾക്ക് ജനസംഖ്യ കുറവായതുകൊണ്ട് ജനങ്ങൾക്ക് പ്രായപൂർത്തിയായ പൗരന്മാർക്ക് അവർ രാജ്യത്തിലെ എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാർക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ കഴിയും, ജനസംഖ്യ വളരെ കുറവായതുകൊണ്ട്. എന്നാൽ ഇന്ന് ജനസംഖ്യ വളരെയധികം കൂടുതലാണ്, രാജ്യങ്ങളുടെ വലിപ്പവും കൂടുതലാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ഡെമോക്രസി ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഡെമോക്രസി ഗേവ് വേ ടു ഇൻഡയറക്റ്റ് ഡെമോക്രസി. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഡെമോക്രസിയിൽ നിന്ന് എന്തിലേക്ക് മാറിയത്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലേക്ക് മാറിയത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ നിന്ന് ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഡയറക്റ്റ് ഡെമോക്രസി ഗേവ് വേ ടു ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി എന്തിനു വഴിമാറിക്കൊടുത്തു? ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇന്ന് നിലവിലുള്ളത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ മറ്റൊരു പേരാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി ആപ്ലിക്കബിൾ ആകാനുള്ള കാരണം? Modern democracies involve such a large number of people that it is physically impossible for them to sit together and take collective decision. എന്തുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി ആവശ്യമായി വരുന്നു എന്ന് ചോദിച്ചാൽ, modern democracies involve such a large number of people that it is physically impossible for sit them together and take decisions. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും ഒരു സ്ഥലത്ത് ഒത്തുകൂടാനോ കൂട്ടായ തീരുമാനം ചർച്ചകളിലൂടെ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനോ സാധ്യമല്ല. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒത്തുകൂടാനോ ചർച്ച ചെയ്ത് പൊതുവായ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മെ ഭരിക്കാനായി ജനപ്രതിനിധികളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി അനിവാര്യമായി വരുന്നു. മോഡേൺ ഡെമോക്രസി, വൈ വി നീഡ് ഇൻഡയറക്റ്റ് ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി? എന്തുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി ആവശ്യമായി വരുന്നു? അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇൻട്രൊഡ്യൂസ് ഡയറക്റ്റ് ഡെമോക്രസി? എന്തുകൊണ്ട് ഡയറക്റ്റ് ഡെമോക്രസി, അല്ലെങ്കിൽ വൈ ഡയറക്റ്റ് ഡെമോക്രസി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടുഡേ? എന്തുകൊണ്ട് ഇന്ന് ഡയറക്റ്റ് ഡെമോക്രസി ആപ്ലിക്കബിൾ അല്ല? ഡയറക്റ്റ് ഡെമോക്രസി അപ്രായോഗികമാണ്, പ്രായോഗികമല്ല. ഇന്ന് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് പ്രായോഗികമായിട്ടുള്ളത്. കാരണം modern democracies involve such a large number of people that it is physically impossible for them to sit together and take a collective decision. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് ജനങ്ങൾക്ക്, ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിലെ പൗരന്മാർക്ക്, പ്രായപൂർത്തിയായ പൗരന്മാർക്ക് ഒരു സ്ഥലത്ത് ഒത്തുകൂടാനോ ചർച്ചകളിലൂടെ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനോ സാധ്യമല്ല, ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട്. ഇനി രണ്ടാമത് കാരണം, ഈവൻ ഇഫ് ദേ കുഡ്, ഇനി ഒരു പക്ഷേ ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ കഴിയുമെന്ന് കരുതുക. ഒത്തുകൂടാൻ കഴിയില്ല, ഒരു പക്ഷേ ഒത്തുകൂടാൻ കഴിയുമെങ്കിൽ the citizen does not have time. ഒത്തുകൂടാൻ സാധ്യമല്ല, ഒരു പക്ഷേ ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ കഴിയുമെങ്കിൽ പൗരന്മാർക്ക് അതിനുള്ള സമയമില്ല, ടൈമില്ല, ഡിസയർ ഇല്ല, ആഗ്രഹമില്ല, ഓർ ദ സ്കിൽ, കഴിവില്ല ടു ടേക്ക് പാർട്ട് ഇൻ ഓൾ ദ ഡിസിഷൻസ്. എല്ലാ തീരുമാനങ്ങളിലും പങ്കെടുക്കാൻ ജനങ്ങൾക്ക് സമയവുമില്ല, അതുപോലെ ആഗ്രഹവുമില്ല,
കഴിവുമില്ല. ഒത്തുകൂടാൻ കഴിയുമെങ്കിലും ജനങ്ങൾ അതിന് തയ്യാറാകുന്നതിനുള്ള ടൈം ആർക്കും ഇല്ല. ഒത്തുകൂടാൻ കഴിയില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു രാജ്യത്തിലെ പൗരന്മാർക്കെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ കഴിയുമെങ്കിൽ അവർക്ക് അതിനുള്ള സമയമോ അതിനുള്ള ആഗ്രഹമോ അതിനുള്ള കഴിവോ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ആവശ്യമായി വരുന്നു? ഇൻഡയറക്റ്റ് ഡെമോക്രസി. സോ വി നീഡ് ഇൻഡയറക്റ്റ് ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. അതുകൊണ്ടാണ് നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആവശ്യമായി വരുന്നത്. മോഡേൺ ഡെമോക്രസി ഇൻഡയറക്റ്റ് ആണ്, റെപ്രസെന്റേറ്റീവ് ആണ്. ഇനി മോഡേൺ ഡെമോക്രസി പീപ്പിൾ ഓർ സിറ്റിസൺസ് ഇലക്ട് ദെയർ ലീഡേഴ്സ്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ ഇലക്ട് ചെയ്യുന്നു. ജനപ്രതിനിധികളാണ് ജനങ്ങളെ ഭരിക്കുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനങ്ങൾ തന്നെ നേരിട്ട് ഭരിക്കുന്നു. അവിടെ ലോട്ട് സിസ്റ്റത്തിലൂടെയാണ് റൂളേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അവിടെ റെപ്രസെന്റേറ്റീവ്സ് ഇല്ല. അപ്പോൾ ജനങ്ങൾ നേരിട്ട് തന്നെ അവിടെ ഭരിക്കുന്നു. ജനപ്രതിനിധികൾ അവിടെ ഇല്ല ഡയറക്റ്റ് ഡെമോക്രസിയിൽ. എന്നാൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് റെപ്രസെന്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യുന്നു. ആ റെപ്രസെന്റേറ്റീവ്സ് ജനങ്ങളെ ഭരിക്കുന്നു. അതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. Why we need indirect democracy or why we need representative democracy? Modern democracies involve such a large number of people that it is physically impossible to sit together and take a collective decision. Even if they could, the citizen does not have time or desire or skill to take part in all the decisions. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും എക്സാമിന് ചോദിക്കാനുള്ള ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്.